മാറിക്കോളി. ചവിട്ട് കൊള്ളണ്ടെങ്കിലും മാറിക്കോളി. മാറാനേ. പോന്നോട്ടെ പോന്നോട്ടെ. കളിക്കരുത്. ഡോക്ടർസുകാരോട് കളിക്കരുത്. ജിന്നോളജിസ്റ്റ് ഡോക്ടർസുകാരോട് കളിക്കരുത്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള എല്ലാ ജിന്നുകളുടെയും ആരും വിളിക്കരുത്. കസേരയിലിരിക്കുമ്പോൾ നമ്മൾ ജാഗരൂകരാവണം. ജാഗരൂകരല്ലേ എല്ലാരും? അങ്ങനായ പറ്റൂ. അവന്റെ പേരെന്താ? അബ്ദുസലാം. ചോദ്യം കേട്ടപ്പോഴേ ഞമ്മക്ക് തോന്നി അബ്ദുസലാമാണെന്ന്. കസേരയിൽ ജിന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ജിന്നിന്റെ പേരിരുന്ന് പോകും. പിന്നെ സംഭവിക്കുന്നത് ഭീകരമായിരിക്കും. കണ്ടില്ലേ ജിന്നിന്റെ പല്ല് അതിനോടല്ല കൊണ്ടതാ. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ വെറും ജാനല്ല, ഞാനൊരു ജിന്നോളജിസ്റ്റാണ്. എന്താ പോയിട്ടോ? ഇന്നലെ രാത്രി പിന്നെയും കൂക്കി വിളിച്ച് ഹദീസിൽ വന്ന കുറച്ച് ആയത്തുകൾ നമ്മൾ ഓടിത്തരാം. ഉറക്കത്തിൽ കൊടുക്കണം. ഒരു മീൻകാരനായ ജിന്നാണ് ഉള്ളത്. അതുകൊണ്ടാണ് എന്ന് വിളിക്കുന്നത്. ജിന്നുകൾ മീൻ വെക്കും അമ്മ. മുട്ടസൂചി മുതൽ ബോംബ് വരെ വെക്കുന്ന ജിന്നുകളെ ഞമ്മക്കറിയാം. ജീവൻ വേറും കുട്ടിയല്ല. പെട്ടെന്ന് നടക്കരുത്. ജിന്നുകൾ കയ്യോ കാലോ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ജിന്നുകൾക്ക് വേദനിക്കും. സർവ്വതീകരണം നടക്കൂ. നമ്മൾ അടയ്ക്കാൻ പോവാൻ കയ്യോ കാലോ പുറത്തിട്ട് ഏതെങ്കിലും ജിന്നുകൾ ഉണ്ടെങ്കിൽ നമ്മളേക്കൊന്ന് സഹകരിച്ചാലേ. എന്താ കഥ? നമ്മളെ ചുറ്റിലും പല കോലത്തിലും അദൃശ്യരായ ജീവികളുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ ചില ആളുകൾക്ക് മക്കാറാ. ബുദ്ധമതത്തിൽപ്പെട്ട ജിന്നിന്റെ കാലിലെ കുറ്റിപ്പുറത്തെ കോയമൻ അറിയാതെ കട്ടപ്പാറ ദേഷ്യം വന്ന ബുദ്ധിച്ച ജിന്ന് കോയമന്റെ ശരീരത്തിൽ സ്പേസ് താമസാക്കി മൂപ്പര് വിതറിക്കാൻ തുടങ്ങി ഇല്ലേ? ഒടുക്കം നമ്മളാ ജിന്നിനെ പിടിച്ച് പുറത്താക്കിയത് കേട്ടില്ലേ? ബുദ്ധമതത്തിൽപ്പെട്ട ജിന്ന് പിന്നെ ഒരു മുസ്ലിമായിട്ടാ പുറത്തേക്ക് പോയത്. അതുകൊണ്ടൊരു ബാറ്റി പോലെ. അല്ല ഡോക്ടറെ, നമ്മളിനി തേങ്ങയിടുമ്പോ അത് ജിന്നിന്റെ തലയിൽ വീണ് അതിന്റെ തല പൊട്ടൂലേ? തല മാത്രമല്ല ഇതിന്റെ തലയിൽ വീഴും. പറഞ്ഞത് നന്നായി. നാളെ നമ്മളെ പെരയില് തേങ്ങ വലിയ വേണ്ടാന്ന് പറയാലോ. തേങ്ങ ഇടുന്നതിന് മുമ്പ് ജിന്നെ മാറിക്കോ ജിന്നെ മാറിക്കോ. നമ്മളിതാ തേങ്ങടാൻ പോകുന്നാണ്. തേങ്ങ വലിക്കാനും തെങ്ങിന്റെ മണ്ടേന്ന് പറഞ്ഞാൽ മതി. മലയാളത്തിൽ പറഞ്ഞാൽ മതിയാ? മതിയല്ലോ. കേരളത്തിലെ ജിന്നിന് നന്നായിട്ട് മലയാളം അറിയാം ഇല്ലേ? ബീഹാറും ആത്മട്ടെന്ന് വന്ന കുറെ ജിന്നുകൾക്ക് നമ്മൾ മലയാളം പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അല്ല പിന്നെ ഇതെന്റെ ഭാര്യ റഹ്മത്ത്. ഓ ജിന്നു കൂടി വിട്ട് ആ ഒന്നോളി. നിങ്ങൾ പുറത്തേക്ക് ജിന്നുമായിട്ട് നമ്മളൊന്നാണ് സംസാരിക്കട്ടെ. ഓരോ ധൈര്യത്തിലെ നമ്മള് ഡോക്ടർ സുഖനോട് കളിച്ച എല്ലാ വിടക്കിച്ചിട്ടുകൾ വിവരം പറയും. നിങ്ങൾ ധൈര്യമായിട്ട് നിന്നോളി. മൂപ്പരെ മുന്നിലെത്തിയ ജിന്നിനെ മൂപ്പരൊരു പാടും പഠിപ്പിച്ചിട്ട് വിടുള്ളൂ. മൂപ്പര് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര പ്രസ്ഥാനം. മാറിക്കോ. ചവിട്ട് കൊള്ളണ്ടെങ്കിൽ മാറിക്കോ. ഒരു നല്ലൊരു ജിന്നിനെ നമ്മൾ ചവിട്ടി മാറിക്കോ. അതല്ല മാറ പറഞ്ഞു. എന്താ ഉസ്താദ് ഒരു തടസ്സം? ഗൾഫിൽ നിന്നും വന്ന ഒരു അറബ് ജിന്നിന്റെ സാന്നിധ്യം നമ്മളിവിടെ കാണുന്നു. അല്ല പഠിത്തം കാട്ടട്ടെ. അല്ല നമ്മൾ ഉസ്താദിനെ കണ്ടിങ്ങൾ പഠിച്ചേ നമ്മൾ ഒരു പറ്റിയത് പേടിക്കണ്ട. മൂപ്പര് കുഴപ്പമുണ്ടാക്കാൻ നോക്കിയൊരു ജിന്നിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. മൂപ്പരോട് കളിച്ചാൽ എല്ലാ ബെടക്ക് ജിന്നുകളും വിവരം അറിയൂ. മൂപ്പരാരാ മോനെ? നമ്മളും വലിയ മോശക്കാരനല്ല.